നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലെ ഭയങ്കര സന്തോഷവും സങ്കടവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ രീതിയിലായിരുന്നു ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റാത്ത പെയിനാണ് നമുക്ക്. നമ്മളൊരു കുടുക്കൊക്കെ ചാടുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വേദന വരും. ഈ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ വരുമായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അല്ല ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനെയിലിൽ മനസ്സിലായിട്ടുണ്ടാവും, ഒരു കുഞ്ഞ് വിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്നുള്ളതൊക്കെ എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് തല കറങ്ങി വീണിട്ടുണ്ടായിരുന്നു, മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എനിക്കെൻ്റെ പീരിയഡ്സ് മിസ്സായിട്ടുണ്ടായിരുന്നു. മിസ്സായി ഒരു 15th ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാർഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് ചെക്ക് ചെയ്യാമെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായില്ല. അതിന് മുന്നത്തെ ഒരു മാസം എനിക്കിതുപോലെ ഡിലേ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കാർഡ് ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫെയിലായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഈ പ്രാവശ്യം അങ്ങനത്തെ മിസ്റ്റേക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തില്ല. അതിന് മുന്നായിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടും ക്ഷീണം തോന്നുക, ബ്രസ്റ്റിൽ ഭയങ്കര പെയിൻ തോന്നുക. എന്ന് വെച്ചാൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. നമുക്ക് നമ്മളൊരു കുടുക്കൊക്കെ ചാടുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വേദന വരും. ഈ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ വരുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനോ അല്ലയോ. പിന്നെ ഞാൻ വിചാരിച്ചു ആയിരിക്കില്ല, നമുക്ക് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം നമുക്ക് തോന്നുന്നതാണെന്നൊക്കെ ഞാൻ വിചാരിച്ചേ. അങ്ങനെ ഞാൻ ഒരു 10-15 ദിവസം വെയിറ്റ് ചെയ്തു. നല്ലപോലെ വെയിറ്റ് ചെയ്തിട്ട് ഒരു കാർഡ് ടെസ്റ്റ് എടുത്തപ്പോൾ വെളുപ്പിന് ഞാനൊരു 6 മണിക്കോ 6:30 എന്തോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എടുത്ത് കണ്ടപ്പോഴത്തേക്കും ഒരു 1 ലൈനും വന്നു, പിന്നെ ഒരു ലൈറ്റായിട്ടൊരു ലൈനും കൂടെ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും ആയിരിക്കില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഉറപ്പ് വന്നു. ഞാൻ വിചാരിച്ചു 2 ലൈനും ഭയങ്കര റെഡായിട്ട് കാണിക്കണം, എന്നാലാണിത് നമുക്കിത് പോസിറ്റീവാണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി മരവിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കൊരു സന്തോഷം വന്നില്ല, സങ്കടവും വന്നില്ല. എനിക്കങ്ങ് തലവേദനയൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട്. ഞാനിത് മാറ്റി വെച്ചു, പിന്നെയും കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സമാധാനം വന്നു. ഞാനോ അല്ലയോ എന്നൊക്കെ പിന്നെയും ഒരു ഡൗട്ട്. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇതാണെന്ന് കാണിക്കണം. എന്നിട്ടും എനിക്കൊരു വിശ്വാസം വരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊന്നും കാണുന്ന പോലെയൊന്നും ഒന്നും അല്ലായിരുന്നു എൻ്റെ റിയാക്ഷൻ. ഒരുമാതിരി മറ്റേ സിനിമയിൽ ജയറാമീനെ മരവിച്ചിങ്ങനെ നിൽക്കില്ലേ, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യ, വേണ്ട, ഇത് എനിക്ക് തോന്നണില്ല ഇതാണെന്ന് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കിടന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ലാബിൽ പോയിട്ട് BETa-HCG റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒരു ഉച്ചയ്ക്ക് മുന്നേ ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ദേടാ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അത് വേറെ കാര്യം, ഞാനിങ്ങനെ മരവിച്ചങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, അപ്പോൾ ഈ സന്തോഷിക്കണമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പലർക്കും പല രീതിയായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ കാർഡ് ടെസ്റ്റൊക്കെ ചെയ്ത് പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജാനൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ഞാൻ പോയിട്ട് ഫസ്റ്റ് സ്കാനൊക്കെ ചെയ്തത്. അപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി. പിന്നെ എനിക്ക് അയ്യോ വിശ്വാസം വരാത്തൊരു ഫീലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് എനിക്കുണ്ടായിരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രസ്റ്റിലെ പെയിനൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരു ജാനുവരി ഫെബ്രുവരിയിലോട്ടൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര വൊമിറ്റിങ് വന്നത്. മോർണിംഗ് സിക്നെസ് ഒക്കെ ഭയങ്കരമായിട്ട് ചിലർക്ക് ഉണ്ടാവാറ്, എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ വൊമിറ്റ് ചെയ്യാനായിരുന്നു, ഫുഡ് വേണ്ട, പിന്നെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊരു നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു
മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ കേട്ടോ. ഒട്ടും ഫുഡ് വേണ്ടായിരുന്നു, എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യും, സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേൽക്ക് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ സിംറ്റംസ് പറയാം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് നിന്നാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും പലതായിരിക്കാം, പല രീതിയിലുള്ളതായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ സിംറ്റംസ് ഒന്നും ഉണ്ടാവാതെയും ചില അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും അധികം ഉണ്ടാവാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചിട്ട് അയ്യോ എനിക്ക് അങ്ങനെയല്ല, അയ്യോ എന്ത് പറ്റി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പലർക്കും പലതാണ്, എല്ലാ പ്രഗ്നൻസിയും യൂണീക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മുടെ പീരിയഡ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ ചാടിക്കയറി ചെയ്യരുത്. ഒരു 15 ഡേയ്സ് പിടിച്ചു, 15 ഡേയ്സൊക്കെ ആകുമ്പോൾ ഒന്ന് കാർഡ് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഭയങ്കരമായിട്ടും ടയേർഡാകുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരാം. എത്ര ഉറങ്ങിയാലും ഉറക്കക്ഷീണം പോലെയും ഒക്കെ കണ്ടിന്യൂസ് ഭയങ്കരമായിട്ടും ക്ഷീണം തോന്നാം. മൂന്നാമത്തെ, ഭയങ്കരമായിട്ട് ബ്രസ്റ്റിലൊക്കെ ഭയങ്കര പെയിൻ വരാം, ഭയങ്കരമായിട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പെയിൻ നിങ്ങൾക്ക് വരാം. പിന്നെ എന്ന് പറയുന്നത്, നമുക്ക് ചില ഫുഡിനോടൊക്കെ ഒരു ക്രേവിങ്സ് ഒക്കെ വരാം. എനിക്ക് ഈ പറയുന്ന പോലെ ഈ മസാല ദോശ കഴിക്കുക, രാത്രി എഴുന്നേറ്റിട്ട് അത് വേണം ഇത് വേണം എന്നുള്ള തോന്നലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതൊക്കെ പലർക്കും പല ഇതാണ്. ചില ആൾക്കാർക്ക് ഫുഡിനോടുള്ളൊരു ക്രേവിങ്സ് വരാം. ചിലപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം പക്ഷെ ഇഷ്ടപ്പെടാം. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് വൊമിറ്റിങ് നല്ലപോലെ വരാം. അതായത് ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ ഞാൻ നല്ലപോലെ വൊമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫുഡ് വേണ്ടാത്ത രീതിയിലും എന്ത് കഴിച്ചാലും വൊമിറ്റിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില 2-3 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.